രഘു, അവിടെ പോലീസ് സന്നാഹമുണ്ടോ? പൊതുവിൽ പോലീസുകാരുടെ ഒരു വിന്യാസം കുറവാണ്. ഇന്ന് കൂടുതൽ ആളുകളും മകരവിളക്കിനായി സന്നിധാനത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള പോലീസ് സന്നാഹം എത്രത്തോളമാണ്? ഇതിപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞാൽ തന്നെ ആളുകളുടെ ഒരു വലിയ തിരക്ക് അവിടേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ട് തന്നെ യുവജന സംഘടനാ പ്രവർത്തകർ ഇതറിഞ്ഞാൽ ഒരു പക്ഷേ എത്തിക്കും. പക്ഷേ പുലർച്ചെ സമയമാണെന്ന് മാത്രമല്ല, തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലയുടെ ഒരു പ്രത്യേകത വളരെ വൈകി മാത്രം ഉണരുന്ന ഒരു ചെറിയ നഗരപ്രദേശമാണ്. നേരത്തെ തന്നെ ആളുകളൊക്കെ നഗരമൊക്കെ ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ വേക്കൻ്റ് ആവുന്നൊരു സ്ഥലം കൂടിയാണ്. നിലവിൽ അങ്ങനെ അത്ര വലിയൊരു പോലീസ് സന്നാഹം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. സ്പെഷ്യൽ ബ്രാഞ്ചിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അങ്ങ് തിരുവല്ല ഒരു സിഗ്നലിൻ്റെ അടുത്തായിട്ട് ഇവിടെ നിന്നൊരു 50 മീറ്റർ ഓളം മാറി ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നുണ്ട്. ചെറിയൊരു പോലീസ് വാനും അവിടെ കിടപ്പുണ്ട്. ഈ ഹോട്ടലിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല. അതിനപ്പുറം സാധാരണ നിലയിൽ കാണുന്ന വലിയൊരു അങ്ങ് വിദൂരതയിൽ എനിക്ക് തോന്നുന്നു കാണാൻ സാധിക്കുന്നു. പോലീസ് ജീപ്പ് അവിടെ കിടക്കുന്നതായിട്ട് അതിൻ്റെ പ്രകാശം കാണാൻ വേണ്ടി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറം വലിയ രീതിയിൽ 1-2 സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ഇവിടെ നിൽപ്പുണ്ട്. അതിനപ്പുറം വലിയൊരു പോലീസ് സന്നാഹം നിലവിൽ ഈ ഹോട്ടലിന് മുന്നിലില്ല. തീർച്ചയായും തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് എത്തിച്ച തെളിവെടുപ്പ് നടത്താനാണ് നിലവിൽ അന്വേഷണ സംഘം പുറപ്പെട്ടിരിക്കുന്നത്. രഘു, ഇന്നിപ്പോൾ മുണ്ടപ്പള്ളിയിലെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പിനുള്ള ഒരു സാധ്യതയുള്ളൂ? അത്തരത്തിലുള്ള തെളിവെടുപ്പിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് എന്നതിലൊരു വ്യക്തത ലഭിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ യുവതിയുടെ പരാതിയിൽ പറയുന്ന ഈ ഒരു ഫ്ളാറ്റ് ഇടപാട് നടന്നത് പാലക്കാടാണ്. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ നാളെ ഉച്ചവരെ മാത്രമേ കസ്റ്റഡി കാലാവധിയുള്ളൂ. പ്രോസിക്യൂഷൻ ആണെങ്കിൽ പാലക്കാട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നുള്ളത് കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് പോസിബിൾ ആണോ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്? അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ പാലക്കാട്ടേക്ക് കൊണ്ടുപോകാനുള്ളത്? പറഞ്ഞതുപോലെ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കണം എന്നുള്ളതാണ് ഇന്നലെ പ്രോസിക്യൂഷൻ വാദിച്ചത്. പ്രധാനമായും ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഈ രാഹുലിൻ്റെ ഒരു മൊബൈൽ ഫോൺ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. മറ്റേതെങ്കിലും രീതിയിലുള്ള മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ അങ്ങനെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ക്രൈം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുന്നതിനോടൊപ്പം തന്നെ രാഹുലിൻ്റെ വീട്ടിൽ ഒരുപക്ഷെ പോയേക്കാം. കാരണം രാഹുൽ പാലക്കാട്ടാണെങ്കിലും ക്രമമായ ഇടവേളകളിൽ വീട്ടിലെത്താറുണ്ട്. MLA ആവുന്നതിന് മുമ്പ് സ്ഥിരമായി താമസിച്ചിരുന്ന അവിടെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മൊബൈൽ ഫോൺ അടക്കമുള്ള അല്ലെങ്കിൽ പെൻഡ്രൈവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ഡിജിറ്റൽ രേഖകൾ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി അന്വേഷണ സംഘം അവിടെ എത്തും. എന്ന് മാത്രവുമല്ല, ഈ പാലക്കാട് കൊണ്ടുപോകുക എന്നുള്ളത് ഒരുപക്ഷെ എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഇവിടെ ഈ ക്രൈം നടന്ന അല്ലെങ്കിൽ ഈ ക്രൂരമായ പീഡനം നടന്ന സ്ഥലത്തെത്തിച്ച് അതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്, ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ച് ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വീണ്ടെടുക്കാനില്ലെന്ന് മാത്രവുമല്ല, ഇന്നലെ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ആ ഹോട്ടലിൽ എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ കക്ഷിയുടെ പേരിൽ മുറി ഉണ്ടായിരുന്നില്ല, അത് മറ്റാരുടെയോ മുറിയാണ് എടുത്തത്. പിന്നെ എന്തിനാണ് അവിടെ അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല, പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ അവിടേക്ക് കൊണ്ടുപോകുന്നത്, അതിൻ്റെ യാതൊരു വിധമായ ആവശ്യമില്ല എന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്ന് മാത്രവുമല്ല, പ്രതിഭാഗത്തിൻ്റെ തിരുവല്ലയിലെ ഹോട്ടലിൽ നിന്നാണ് രഘുനാഥ് നാരായണൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ തെളിവെടുപ്പിനായി ഈ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ക്ലബ് 7 ഹോട്ടലിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ മുണ്ടപ്പള്ളിയിലെ വീട്ടിലെത്തി കൂടി തെളിവെടുപ്പിന് സാധ്യതയുണ്ട്. പാലക്കാട്ടേക്ക് കൂടി പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല.